ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സത്യാന്വേഷിയായ ഒരു ഗോവർദ്ധനെ പറ്റി പറയാനാണ്. ഒരു ഗോവർദ്ധന്റെ കഥയുമായിട്ടാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ക്യാരക്ടറാണെന്ന്. ലൂസിഫർ സിനിമയിൽ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച കഥാപാത്രം. തുടക്കം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പ്രാന്തനെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. എന്തൊക്കെയോ വായി തോന്നുന്നു വിളിച്ചു പറയുന്നു. പക്ഷെ പിന്നീട് നമുക്ക് ആ സിനിമയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പല ക്യാരക്ടേഴ്സിനെ പറ്റിയുള്ള സത്യങ്ങളും വിളിച്ചു പറയുന്ന ഒരാളായിട്ടാണ്. അതെ, പി.കെ. രാംദാസ്, അതുപോലെ സ്റ്റീഫൻ നെടുമ്പള്ളി, ബോബി തുടങ്ങിയ ആളുകളെ പറ്റിയുള്ള സത്യങ്ങൾ വിളിച്ചു പറയുന്നു ഒരു ലൈവിലൂടെ. അങ്ങനെ ഒരു കഥാപാത്രമാണ് അത്. ഒരു സോഷ്യോ എക്കണോമിക് സ്ട്രക്ചറിൽ ഫിഫ്ത്ത് എസ്റ്റേറ്റിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് അതിനെ കുറിച്ച് നമുക്കറിയാം. ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ജേർണലിസമാണ്. ഒരു ജനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ജനാധിപത്യത്തിന്റെ അണ്ടറിലിരിക്കുന്ന ഒരു കൺട്രിയിൽ ജേർണലിസത്തിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് വിളിച്ചോദിക്കൊണ്ടാണ് ഈ ഗോവർദ്ധൻ എന്ന ജേർണലിസ്റ്റിന്റെ പ്രസക്തി നമ്മൾ ലൂസിഫറിലൂടെ മനസ്സിലാക്കുന്നത്. ഈ ഗോവർദ്ധൻ എന്ന ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത് ഇന്ദ്രജിത്ത് സുകുമാരനാണ്. നമുക്കറിയാം, മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ സുകുമാരന്റെ ആദ്യപുത്രനാണ് ഇന്ദ്രജിത്ത്. 1986 ടി.എസ്. മോഹനന്റെ തിരക്കഥയിലും സംവിധാനത്തിലും പുറത്തു വന്ന പടയണി എന്ന സിനിമയിൽ ഒരു ബാലതാരമായിട്ടാണ് ഇന്ദ്രജിത്ത് സിനിമയിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2002 വിനയൻ സംവിധാനം ചെയ്ത ഊമ പെണ്ണിന് ഉരിയാടപ്പയ്യ ഉള്ള സിനിമയിലാണ് ഒരു കഥാപാത്രം, ഒരു യുവതാരം എന്ന നിലയിൽ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തത് 2002 ഊമ പെണ്ണ്. അതേ വർഷം തന്നെ നമുക്ക് ഇന്നും ഏറ്റവും ആഘോഷത്തോടെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന മീശ മാധവന്റെ ഇപ്പം പാപ്പച്ചി ആ ഒരു ക്യാരക്ടറും അതേ വർഷം തന്നെ പുറത്തിറങ്ങി. ഇപ്പോൾ നിലവിൽ ഇന്ദ്രജിത്തിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിലാണ്. പല ഇന്റർവ്യൂകളിലും പല അഭിനേതാക്കളുമായിട്ട് നമുക്ക് പറയുന്ന കേൾക്കാം. ഇപ്പോൾ പൃഥ്വിരാജാണോ ഇന്ദ്രജിത്താണോ എന്ന് ചോദിച്ചാൽ പല ആക്ടേഴ്സും പ്രിഫർ ചെയ്യുന്നതും പല ടെക്നീഷ്യൻസും പ്രിഫർ ചെയ്യുന്നതും ഒരു ആക്ടർ എന്ന നിലയിൽ ഇന്ദ്രജിത്തിനെ പലപ്പോഴായിട്ട് പ്രിഫർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള നടൻ എന്നുള്ള രീതി നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ MTന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. 2011 പുറത്തിറങ്ങിയ 7ാമത്തെ വരവ്. പിന്നെ അതേപോലെ തന്നെ വ്യത്യസ്തമായ ഡയറക്ടേഴ്സിന്റെയും തിരക്കഥയുടെയും ഒക്കെ കൂടെ ഇന്ദ്രജിത്ത് സുകുമാരൻ എന്ന നടന് അഭിനയിച്ചിട്ടുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരിന്റെ കൂടെ നായകൻ തുടങ്ങി നിരവധി ചിത്രങ്ങൾ, നിരവധിയായ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് വില്ലനിസം മാത്രമല്ല കോമഡിയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കൂടി അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ, അമർ അക്ബർ അന്തോണി, ക്ലാസ്മേറ്റ്സ്, അങ്ങനെ നിരവധി പടങ്ങളില്. അതുപോലെ തന്നെ ആൻ അഗസ്റ്റിന്റെ, ലാൽ ജോസിന്റെ ഒരു പടമുണ്ട് എൽസം എന്ന ആൺകുട്ടി. എല്ലാത്തിലും നല്ല ഒരു വില്ലനിസം അല്ലാണ്ട് കോമഡിയും എനിക്ക് കൈകാര്യം ചെയ്യുമെന്ന് ത്രീ കിങ്സ്, അങ്ങനെ ഒരുപാട് നിരവധി എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിൽ. ഒരു തരം സിനിമ ആയിക്കോട്ടെ, സ്ലാപ്സ്റ്റിക് കോമഡി ആയാലും ഒരു ഹൊറർ സിനിമ ആയാലും ഒരു ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള സ്റ്റോറി ആയാലും ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സിനിമ പോലും ഇന്ദ്രജിത്ത് തന്നെ നടനെ മെച്ചപ്പെടുത്തിക്കൊണ്ടേ വന്നിരിക്കുന്നുണ്ട്. ഒരു കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തന്റേതായ രീതിയിൽ പോളിഷ് ചെയ്ത് അത് മികവുറ്റ രീതിയിൽ സ്ക്രീനിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതെ, ഇന്ദ്രജിത്ത് സുകുമാരൻ, അതായത് നമ്മുടെ ലൂസിഫറിലെ സത്യാന്വേഷിയായ ഗോവർദ്ധൻ. നേരത്തെ സനൂക്ക് സൂചിപ്പിച്ച പോലെ ജേർണലിസം തന്നെയാണ് അദ്ദേഹം അതിൽ തുറന്നു കാണിക്കുന്നത്. അതിൽ ആദ്യം തന്നെ ആൾ പറയുന്നുണ്ട്, ഒരു 6 ശമ്പളം വാങ്ങിക്കുന്ന ഒരു IT പ്രൊഫഷനിൽ നിന്ന് ആളുടെ പാഷനായിട്ടുള്ള ജേർണലിസത്തിലോട്ട് ഇറങ്ങി അന്നത്തെ നാടിനെ സംബന്ധിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാരെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ ഉള്ള പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്ന സത്യങ്ങള് ഡെപ്തായിട്ട് തന്റെ ഫാമിലി അടക്കം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ആള് സ്വയം ഇൻവോൾവ് ആയി കണ്ടുപിടിച്ച് എത്തിക്കുന്ന ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ വിളിച്ചു പറയുമ്പോൾ ഒരുപാട് പേര് സൈഡിൽ കമന്റ്സ് പറയുന്നത് നമുക്ക് അതിൽ കാണിക്കാൻ പറ്റും. ഈ പല പിച്ചുമയും പറയുന്നതാണ്, ഭ്രാന്ത് പറയുന്നു, അങ്ങനെ പറയുന്നത്. അതായത് നമ്മുടെ നാട്ടില് ഒരു കണക്കിന് പറയുമ്പോൾ സത്യങ്ങൾ തുറന്നു പറയുന്നവരെ അങ്ങനെ തന്നെയാണ് ഒരു കൂട്ടം ജനം മുദ്ര കുത്തുന്നതും അങ്ങനെ തന്നെയാണ്. അതേപോലെയുള്ള ഒരു സത്യം തന്നെ ആളുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഓരോ ആൾക്കാരായിട്ട് P.K. രാമദാസ്, അതുപോലെ തന്നെ ജിതിൻ രാമദാസ്, പ്രിയദർശിനി, ബോബി, സ്റ്റീഫൻ, അങ്ങനെ ഓരോ ആൾക്കാരെ കുറിച്ചും വ്യക്തമായിട്ട് നമുക്ക് ഒരു മെയിൻ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തരുന്നത് ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ അതിൽ ഒരു സത്യാന്വേഷിയായി അതിനെ കുറിച്ച് ഒരു തുടക്കം മാത്രമേ നമുക്ക് അതിൽ പറയുന്നുള്ളൂ. അപ്പൊ അതിലിപ്പോ ഈ ലൂസിഫറിന്റെ കഴിഞ്ഞ ശേഷം നമ്മുടെ എമ്പുരാൻ വരുമ്പോൾ അതിലൊരു ഇതില് ഇന്റർവ്യൂവിൽ തന്നെ ഇന്ദ്രജിത്ത് പറയുന്നുണ്ട്. അതിലൊരു സത്യാന്വേഷിയായിട്ട് പറയുമ്പോൾ സ്റ്റീഫൻ എന്ന് പറയുന്ന ആളുടെ ഒരു സൈഡ് മാത്രം അദ്ദേഹം അതിൽ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പൊ അതിലെ ആക്ച്വലി മറ്റേ ഫേസ് എന്താണെന്നുള്ളത്, ഒരു നാണയത്തിന് 2 വശം എന്ന് പറയുന്ന പോലെ സ്റ്റീഫൻ എന്നുള്ള ആളെ അദ്ദേഹം അതിൽ കണ്ടു. ഇനി ഖുറേഷി എബ്രഹാം എന്താണെന്നുള്ളത് കൂടുതൽ സത്യങ്ങൾ എമ്പുരാൻ സിനിമയിലൂടെ പുറത്തു വരാനുണ്ട്. അപ്പൊ സത്യാന്വേഷിയുടെ ഒരു ഫസ്റ്റ് ഹാഫ് മാത്രമേ നമ്മൾ അതിൽ കണ്ടിട്ടുള്ളൂ. ഇനി മെയിൻ പോർഷൻ നമുക്ക് എമ്പുരാനിൽ കാണാനിരിക്കുന്നുണ്ട്. അതെ, കുടുംബത്തിനെ പറ്റി സാക്രിഫൈസ് ചെയ്യേണ്ടി വന്ന ഒരു ശിവതയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് വീഡിയോയുടെ താഴെ നമ്മൾ പിൻ ചെയ്യുന്നതാണ്. അപ്പൊ അതും ഇതും കൂടി കൂട്ടി വായിച്ചാൽ ഇവരുടെ ഫാമിലി എങ്ങനെയാണ് അവർ സ്റ്റേജിലോട്ട് എത്തിയത്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് എമ്പുരാനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇനി സ്റ്റീഫനെ കുറിച്ച് അല്ലെങ്കിൽ ഖുറേഷിനെ കുറിച്ച് നമ്മളിലേക്ക് സത്യം എത്തിക്കാൻ പോകുന്ന ഒരാള് ഈ പറയുന്ന ഗോവർദ്ധൻ തന്നെയായിരിക്കും. ആ ഒരു സത്യാന്വേഷിയിലൂടെ എമ്പുരാനിലൂടെ നമുക്ക് മാർച്ച് 27 കൂടുതൽ സത്യങ്ങൾ നേരിട്ട് കണ്ട് അറിഞ്ഞ് ആസ്വദിക്കാൻ കഴിയട്ടെ.